ഗണപതയേ നമഃ. ഞങ്ങളപ്പം മധുര മീനാക്ഷി ദേവിയെ കണ്ട് തൊഴാൻ വേണ്ടി കയറുകയാണ്. വെസ്റ്റ് ടവർ വഴിയാണ് കേട്ടോ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അപ്പൂസേ ആ നന്ദികേശ്വരനെ കണ്ടോ? നന്ദി ദാ ഈ ഇരിക്കുന്നതാ നന്ദികേശ്വരൻ, ശിവന്റെ വാഹനം. ഒരു കാളയത്, ശിവന്റെ വാഹനമാണ് കാള കേട്ടോ. ആ കാളയുടെ പേരാ നന്ദി. നന്ദി അമ്മയും ഉണ്ട്, നന്ദികേശ്വരനും ഉണ്ട്. രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയൊക്കെ വാട്ടാ യുവമിഥുനങ്ങൾ. നല്ല അങ്ങനെ വേണമല്ലോ അല്ലയോ മക്കളെ, അല്ലയോ അപ്പുക്കുട്ടാ? അജിക്കുട്ടന്റെ ഷഷ്ടിപൂർത്തിയൊക്കെ ഞങ്ങൾക്ക് കാണണം. ആ കൊള്ളാം, ഭഗവാനെ നടക്കട്ടെ. അതാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ആപാടുള്ള കൂട്ടാ അല്ലയോ അപ്പു കൂജു? അപ്പൂപ്പനും അമ്മമ്മയും അങ്ങനെ നിൽക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ആരോഗ്യത്തോടെ ദീർഘായുസോടെ. തൊപ്പി അങ്ങ് മാറ്റിക്കോ മോനെ. ഇനി ആരാ കൊന്നത്? ശ്രീരാമൻ. ആരാ സഹായിച്ചേ? ഹനുമാസ്വാമി. കുഞ്ഞപ്പാ ഇനി ക്ലാസ് അജിക്കുട്ടനെ കൊടുക്കാറുണ്ടല്ലേ? അക്ക എതൊക്കെ കൂപ്പിട്ടത്? എനിക്കാ ഗിഫ്റ്റാ. താങ്ക് യു. ഹായ്, നമസ്കാരം. അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പളനി മധുര യാത്രാ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇത്തവണ മധുര പളനി മാത്രമല്ല, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, പിന്നെ കൊടൈക്കനാലൊക്കെ പോകണമെന്ന് വിചാരിക്കുകയാണ്. പളനി പോകുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ നിർബന്ധം കൊടൈക്കനാൽ പോകണമെന്ന്. അപ്പോൾ അവിടെയും കൂടി പോവാം എന്ന് കരുതിയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തോ അതെയോ? ആ ഞങ്ങൾ കേട്ട് പൊന്നെ. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുനലൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നതും ലേറ്റായിട്ടാണ്. പാക്കിങ്ങൊക്കെ കഴിഞ്ഞു, 1 മണിയൊക്കെ കഴിഞ്ഞു കിടന്നപ്പോൾ. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഞങ്ങളുടെ രാജിച്ചേച്ചിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ കിണ്ണത്തപ്പവും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ യാത്രാ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ചേച്ചി, ആഹാരത്തിന് പിന്നിലെ കരങ്ങൾ എന്തിയേ? എൻ്റെ 2 എണ്ണം. ഗുഡ് മോർണിംഗ്. അപ്പുക്കുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞു. കളിക്കാൻ പോണോ ഇവിടെ? അവിടോ? ആ എന്നാ ഇവിടെ കളിച്ചോണ്ടില്ലെന്നോ, ഞങ്ങളങ്ങ് പോവാ. ആ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും. രണ്ടണേ. അജിക്കുട്ടിന് വേണ്ടേ? അജിക്കുട്ടിന് എരി ഇല്ലാതെ തരാം. അജിപ്പൊന്നോ എവിടെ പോവാ? മൂകാംബികയല്ല, പളനി. വരുന്നോ? രാത്രിയില് ഉറങ്ങാൻ പറഞ്ഞപ്പോ ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയില്ല. ചേട്ടൻ എവിടെ? അപ്പൂസേ എല്ലാവർക്കും ഉറങ്ങാൻ വരുന്നു. ഉറങ്ങിക്കോ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണേ. ഏതമ്പലത്തില്? മധുര മീനാക്ഷി ക്ഷേത്രം. അപ്പൊ ചേട്ടൻ ഞങ്ങൾ താഴെ പോയി മധുരയിൽ പോയിട്ട് കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വരും. ആണോ? കളിപ്പാട്ടം വാങ്ങാനാണ് ഇത്രയും ദൂരം വന്നത് കുഞ്ഞ്? അപ്പൊ ഞങ്ങള് മധുര അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം.
ഏത് ഭാഷയാണോ എന്തോ. മതിയടാ, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. കുഴഞ്ഞോ കുഞ്ഞ്? എടുക്കണോ പൊന്നിനെ? ഇച്ചിരിയും കൂടെ നടന്നു നോക്കിയാലോ? ആ എന്നാ എടുക്കാം. കുഞ്ഞ് ഭയങ്കര ശക്തിമാനാന്ന് പറയുന്നതോ? പിന്നെ സ്പൈഡർമാനാന്നല്ലോ പറയുന്നേ. അപ്പൊ പിന്നെ സ്പൈഡർമാന് ശക്തി ഇല്ലയോ? ആണോ? സോ കുഞ്ഞിന് വല വീശാൻ പറ്റത്തില്ലയോ? ആഹാ, വല വീശാൻ പറ്റുന്നില്ലല്ലോ മക്കളെ. അജിക്കുട്ടനൊരു പേര് പറയല്ലോ, എന്താ? ചിലന്തി. അപ്പുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട്. അപ്പു എൻ്റെ അടുത്തുണ്ട്. അപ്പൂനെ കിട്ടി. അപ്പു ഇങ്ങനെ കറങ്ങി അങ്ങ് നടക്കുമായിരുന്നല്ലേ അപ്പൂട്ടാ? വെയിൽ കൊള്ളുന്നോടാ? സാരമില്ല, ഇച്ചിരിയല്ലേ ഉള്ളൂ. നമ്മളെത്തി. നമ്മളകത്ത് കയറാൻ പോവാ. നാളെ മുട്ടയടിക്കണ്ടായോ? മുടിയുള്ള മുഖം ഒന്ന് കാണട്ടെ. അപ്പുച്ചേട്ടൻ്റെ മുടി. മീനാക്ഷി ടെമ്പിളിൻ്റെ ടവർ, ഗോപുരം കണ്ടോ? 4 സൈഡിലും ഉണ്ട് 4 ഗോപുരം. നോക്കിക്കേ, കൊത്തുപണിയൊക്കെയാണ്. നോക്കിക്കേ മോൻ. അപ്പോൾ കൂട്ടാ വെസ്റ്റ് ടവറാണ് കേട്ടോ മോനെ ഇത്. ഞങ്ങളപ്പം മധുര മീനാക്ഷി ദേവിയെ കണ്ട് തൊഴാൻ വേണ്ടി കയറുകയാണ്. വെസ്റ്റ് ടവർ വഴിയാണ് കേട്ടോ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഓർമ്മയുണ്ടോ അപ്പോൾ പണ്ട് വന്നത്? മീനാക്ഷി ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ സാധിക്കില്ല. അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങളങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് വന്നിരിക്കുകയാണ്. മുൻപ് ഒരുപാട് വർഷങ്ങളിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത അത്ര തിരക്കായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാ അകത്ത് കയറി തൊഴാൻ പറ്റിയത്. പക്ഷേ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദേവിയുടെ അനുഗ്രഹം പോലെ, ഒരു പ്രസാദം പോലെ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഗ്രീൻ കളർ ബാഗുകൾ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും ടയേർഡായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തഞ്ചാവൂരേക്ക് പോവുകയാണ്. നാളെ രാവിലെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ കയറി തൊഴണം. ആദ്യമായിട്ടാണ് അവിടെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ തഞ്ചാവൂരേക്ക് പോവാണ്. അപ്പൂസേ, ഈ ഗണപതി വരയ്ക്കോ? പറ്റുവാണേ വരയ്ക്കാം നമുക്ക്. അയ്യോ, കരയണോ അപ്പുച്ചേട്ടാ? കുഞ്ഞിനെ കാണുന്നില്ലല്ലോ അപ്പുച്ചേട്ടാ. രണ്ടടേ. അയ്യോ, അപ്പുച്ചേട്ടൻ കരയുന്ന അജിക്കുട്ടനെ കാണാതെ. അയ്യോ, ഗണപതയേ നമഃ. ഞങ്ങള് ഇന്നലെ രാത്രിയായി കേട്ടോ. രാത്രി എന്ന് വെച്ചൊരു 12:30 കഴിഞ്ഞു തഞ്ചാവൂർ എത്തിയപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ തഞ്ചാവൂർ. അപ്പം ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളായി വരണം എന്ന് ആഗ്രഹിച്ചൊരു അമ്പലമാണ് ബൃഹദീശ്വര ക്ഷേത്രം. അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായി നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. നമഃ. ആ, ഗണപതി അനുഗ്രഹിക്കും കുഞ്ഞിനെ. ആ കരയുന്നു എൻ്റെ പൊന്നോ. അപ്പുച്ചേട്ടൻ ഭയങ്കരമായിട്ട് കരയുന്നു. അയ്യോ, ഇനി കണ്ണുനീരും വരണോ? ഓൻ കരയണ്ട അപ്പുച്ചേട്ടാ. ഓൻ്റെ അനിയൻ ബാബ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പുച്ചേട്ടാ. അനിയൻ കൂട്ടം ദാ ഇവിടെ ഉണ്ട് കണ്ടോ. കണ്ണുനീര് വന്നു കണ്ടോ. തുടക്കി കണ്ണുനീര്. മോൻ കരയല്ലേ അപ്പുച്ചേട്ടൻ, കരയല്ലേ. ചെല്ല അപ്പുച്ചേട്ടൻ ഒരു ഉമ്മ കൊടു. അപ്പുച്ചേട്ടൻ സങ്കടം വന്നു. ആ, നല്ല മോനാ, ചക്കര മോനാ. അപ്പൊ ചേട്ടനും നല്ല മോനാ. പിന്നെ ബാക്കി എല്ലാവരും റെഡിയായി വരാൻ വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്തായിരുന്നു അപ്പുക്കുട്ടൻ്റെയും അജിക്കുട്ടൻ്റെയും കളി. മാനസമൈനേ വരുവോ? ആരാടാ നിന്റെ മാനസമൈന? അജിക്കുട്ടാ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ അജിക്കുട്ടന്റെ മാനസമൈന ആരാ?
അപ്പുചേട്ടനാണോടാ? നല്ല വെയില്, അതുകൊണ്ട് വെയിൽ കൊള്ളാൻ വയ്യ. ഷോളൊക്കെ ഇട്ട് പോവാ. രാജരാജ ചോളൻ സ്റ്റാച്യു പാർക്ക്. ഇതല്ലേ അമ്പലം? ആഹാ, കൊള്ളാല്ലേ? മോനും ഉണ്ട്. എൻ്റെ പൊന്നില്ലാതെ എന്ത് വീഡിയോയാ. എവിടെ എൻ്റെ പൊന്ന്? അജുക്കുട്ടാ, ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാണേ. നല്ല വെയിലല്ലേ അമ്മേ? തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. അജുക്കുട്ടാ, ചൂടുണ്ടോ പൊന്നെ? എന്തോ വാങ്ങിച്ചോ? കുത്തിയിട്ടില്ല അവിടെ തണലെത്തിയോടാ? അറിയോ ചൂട്? ഫസ്റ്റ് ഡേ. എത്ര കാലമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണെന്നറിയാമോ? എന്താ വെച്ചാ? മക്കളെ, ശിവഭഗവാന്റെ നന്ദികേശ്വരനെ കണ്ടോ? പിന്നെ മഹാദേവൻ. അപ്പൂസേ ആ നന്ദികേശ്വരനെ കണ്ടോ? ദാ ഈ ഇരിക്കുന്നതാ നന്ദികേശ്വരൻ, ശിവന്റെ വാഹനം. ഒരു കാളയാ അത്. ശിവന്റെ വാഹനമാണ് കാള കേട്ടോ. ആ കാളയുടെ പേരാ നന്ദി. എന്താ പൊന്നെ? കണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കുമോനെ. ഈ ശില്പങ്ങളുടെയൊക്കെ പണി കണ്ടോ? കൊത്തുപണിയൊക്കെ കണ്ടോ? വല്ല മനസ്സിലായോ എൻ്റെ അജുക്കുട്ടന്? വെയിലല്ലേടാ പൊന്നെ. മക്കളാ ചാക്കിന്റെ പുറത്തോടെ നടക്കടാ. വെയിൽ കൂടുവല്ലയോ, പെട്ടെന്ന് തൊഴുതിറങ്ങാം. മക്കളെ, അജുവാവേ കേറാം, നന്ദികേശ്വരനെ കണ്ടിട്ട് വരാം. ശിവന്റെ വാഹനമാ മോനെ. അപ്പനറിയാവോ? നന്ദികേശ്വരൻ ഇതാ. നന്ദികേശ്വരന്റെ അടുത്തോ? അങ്ങനെയാ പറയുന്നേ. നന്ദികേശ്വരന്റെ അടുത്ത് പറയണം, പ്രാർത്ഥിക്കണം എന്നല്ല. ഇല്ല, അമ്പോറ്റിയെ തൊഴുതിട്ട്. ഇല്ല, തൊഴുതിട്ട് വരട്ടെ കൂട്ടനാ. ചുറ്റി തൊഴുതിട്ട് വന്നിട്ട് മോനെ ഇറക്കാം കേട്ടോ മക്കളെ. ആ മോനെ. അച്ഛൻ്റെ അമ്മമ്മയും ഉണ്ട്, നന്ദികേശ്വരനും ഉണ്ട്. രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയൊക്കെ വാട്ടാ യുവമിഥുനങ്ങൾ. നല്ല അങ്ങനെ വേണമല്ലോ അല്ലയോ മക്കളെ? അല്ലയോ അപ്പുക്കുട്ടാ? അജിക്കുട്ടന്റെ ഷഷ്ടിപൂർത്തിയൊക്കെ ഞങ്ങൾക്ക് കാണണം. കൊള്ളാം, ഭഗവാനെ നടക്കട്ടെ. അതാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ആകപ്പാടുള്ള കൂട്ടാ അല്ലയോ അപ്പു പൂജു? അപ്പൂപ്പനും അമ്മമ്മയും അങ്ങനെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ആരോഗ്യത്തോടെ ദീർഘായുസോടെ. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്ദികേശ്വരനോട് വേണം ആദ്യം നമ്മുടെ പ്രാർത്ഥനകൾ പറയാൻ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നന്ദികേശ്വരൻ്റെ ചെവിയിൽ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയുകയാണ്.
മോന് പറയാൻ പോകുന്നു, സംസാരിക്കാൻ. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെയിലാവും മകളെ. തൊപ്പി അങ്ങ് മാറ്റിക്കോ മോനെ ഇനി. കണ്ടില്ല, രാവണനെ കണ്ടില്ല. എവിടെയാടാ മോനെ രാവണൻ? ആ അതേ ഇരിക്കും രാവണ. രാവണന്റെ ഒത്തി. രാവണനെ ശ്രീരാമൻ കൊന്നേ. രാവണനെ ആരാ കൊന്നത്? ശ്രീരാമൻ. ആരാ സഹായിച്ചേ? ഹനുമാസ്വാമി. കുഞ്ഞപ്പാ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ മക്കളെ അമ്പലം? ഭഗവാന്റെ അടുത്ത് കുറേ സമയം നിന്ന് തൊഴാൻ പറ്റി കേട്ടോ. അങ്ങനെ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുതത്. എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത്. ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഈ സ്റ്റെപ്പിന് മുകളിലുള്ളത്. മാറിയോ? അത്രേ ഉള്ളു സംഭവം. അജിക്കുട്ടിന് ഈ സമയത്തൊക്കെ സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഇത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. അതാണ് പേടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാദേവൻ്റെ മുന്നിൽ വന്നിട്ട് 2 സ്റ്റെപ്പെങ്കിലും വെക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അതുകൊണ്ട് 1-2 ഡാൻസിൻ്റെ റീൽസൊക്കെ ഞങ്ങളിവിടെ എടുത്തു. സോങ് ഒന്നും ഇടാതെയാണ് കേട്ടോ ഡാൻസ് ചെയ്തത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് വന്നു. മക്കളൊക്കെ ഉണ്ട് ദേ അവിടെ ഇരിക്കുക. എന്തോ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോഴേക്കും നല്ല വെയിലായി. അങ്ങനെ എല്ലാവരും ഗോപുരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്പൈഡർമാൻ ഇവിടെയും വന്നോ? തഞ്ചാവൂരിലും വന്നോ സ്പൈഡർമാൻ? സ്പൈഡർമാൻ ഇവിടെ എത്തിയോ? ഷൂ ആണോ? ആഹാ, ഭ്രമയുഗാണോ അത്? അപ്പുചേട്ടൻ എന്താ അപ്പുചേട്ടാ ഒരു ക്ഷീണം, വിശക്കുന്നോ? കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാളായിട്ട് എൻ്റെ ചേച്ചി സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നേ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിച്ച് അങ്ങനെ ഡാൻസിൻ്റെ ഒരു റീല് ചെയ്യാമെന്ന് സമ്മതിച്ച് ഞങ്ങൾ കളിക്കുകയാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രീലു ഒക്കെ പറയുമായിരുന്നേ തഞ്ചാവൂരെ പുതിയ പ്രതിഷ്ഠയാണെന്ന്.
പാട്ടില്ലാതെ വീണ്ടും ഒരു ഡാൻസ് റീല്. ഞങ്ങൾ തഞ്ചാവൂർ ശിവക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് ഇനിയിപ്പോൾ പളനിക്ക് പോകാൻ പോവാണ്. മക്കള് പറയും സൂര്യൻ ചേട്ടന് കള്ളിച്ചേച്ചിയും മിനിച്ചേച്ചിയും അപ്പിച്ചേട്ടന് രാജിയാന്റെയും ഐസ്ക്രീം കഴിച്ചെന്ന്. അവർക്ക് വാവ് വരട്ടെ ഇല്ലയോ? ഒരു ഐസ്ക്രീം കഴിച്ചോ? മോന് വേണോ? എനിക്ക് വേണ്ട ഐസ്ക്രീം. മോന് ഐസ്ക്രീം വേണ്ടല്ലോ. വേണ്ട. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ? പളനിയിലോട്ട്. പളനിയിലോട്ട് പോവാ. ഞങ്ങള് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലൊക്കെ തൊഴുത് ഇനി പളനിയിലേക്ക് പോവാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഓട്ടമായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. തറയെല്ലാം അങ്ങനെ തുള്ളി കിടക്കുമായിരുന്നേ. എന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര സന്തോഷം. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ അമ്പലം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. നമുക്ക് വീണ്ടും വീണ്ടും വരണം എന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹം തോന്നുന്ന ഒരമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പളനിയിലേക്ക് പോവാണ്. മക്കളെ ഇവിടെ മുട്ടയിരിക്കണം. ഫുഡ് കഴിച്ചിട്ട് പളനിക്ക് തിരിക്കാമെന്ന് കരുതി. പക്ഷേ ഫുഡ് റെഡിയാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്തിന് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ ഒരു കുഞ്ഞ് പർച്ചേസിങ് നടത്തുകയാണ്. ഗംഭീർ രാജ രാജ വൈഫ് റാണി. ഇത് ഫൈബറുണ്ട്, മഡിൻ്റെ ഉണ്ട്, മണ്ണിൻ്റെ ഉണ്ട് അല്ലേ? First this one. This is the main one. Tanjavur down means this one. Okay. After this came. This head only. Head shaking. Yeah, this shakes for. ഇത് എങ്ങനെ ഷേക്ക് ചെയ്താലും ലാസ്റ്റ് അങ്ങനെ വന്ന് നിൽക്കും. അതുകൊണ്ടാ ഒരമ്മമ്മനെ അമ്മമ്മയെ കണ്ടോടാ. അപ്പൂസ് അങ്ങ് പോയോ? കൊള്ളാം, നല്ല രസമുണ്ട് അമ്മമ്മേ. നല്ല ഐശ്വര്യമുള്ള അമ്മമ്മ. കല്ലു കല്ലു തടിവള അല്ലേ? ഞാൻ അങ്ങോട്ട് വരുവാ. ഫുഡ് ഡിലേ ആവുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഷോപ്പിൽ കറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് പർച്ചേസിങ് നടത്തി. എന്താ വിളിച്ചേ അക്ക? എതുക്ക് കൂപ്പിട്ടത്? എനിക്കാ ഗിഫ്റ്റ്? ഗിഫ്റ്റാ? താങ്ക് യു. എൻ്റെ തമിഴ് കേട്ട് താങ്ക് യു. പൊട്ടിച്ചേപ്പൂട്ടാ അവിടുത്തെ എൻ്റെ കടയിൽ നിന്ന് ആൻറ്റി അമ്മയ്ക്ക് ഗിഫ്റ്റ് തന്നതാണ്. എന്താണെന്ന് അറിയാൻ വയ്യ. എന്താന്ന് നോക്കിയേ. എന്താ ഇത്? അയ്യടാ, ഒരു കുഞ്ഞാവിയൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ടല്ലേടാ. അമ്മച്ചി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ആ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോ കുഞ്ഞാവൻ. അറിയത്തില്ല, പക്ഷെ ആ ചേച്ചി എനിക്ക് തന്നതാ ഗിഫ്റ്റ്. സാധനം വാങ്ങിയപ്പോ ഒരു കുഞ്ഞു വാവ, നല്ല രസമുണ്ട്. എനിക്ക് നല്ലൊരു വാവയെ കിട്ടി. ഈടാ നല്ല വാവ. എന്നൊക്കെ എന്നാ കുഞ്ഞെടുത്തോ, താഴെ വീഴല്ലേ. ഇഷ്ടപ്പെട്ട പൊന്നിന് വാവേ? അമ്മ വെക്കാം, നമുക്ക് സൂക്ഷിച്ച് വെക്കാം. സൂക്ഷിച്ച് വെക്കാം കേട്ടോ. മഹാദേവൻ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പളനിയിലേക്കാണ് പോയത്. അപ്പോൾ പളനി യാത്രയുടെയും കൊടൈക്കനാൽ യാത്രയുടെയും ഒക്കെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ.